നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടായത് സങ്കീർണത കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാർ അടങ്ങിയ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഗുരുതര പരാമർശം. നേരത്തെ സിസേറിയൻ ചെയ്യാൻ സാഹചര്യമുണ്ടായിരുന്നിട്ടും ഡോക്ടർ ബിന്ദു സുന്ദർ അതിലേക്ക് കടക്കാതിരുന്നതാണ് ആരോഗ്യസ്ഥിതി മോശമാക്കാനും കുഞ്ഞിന്റെ ജീവഹാനിക്കും കാരണമായതെന്നാണ് റിപ്പോർട്ട്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ കാലതാമസമാണ് തിരിച്ചടിയായത്. ഒപ്പം കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടായത് കേസ് സങ്കീർണമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 അംഗ ഡോക്ടർമാർ അടങ്ങിയ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഗുരുതര പരാമർശം. ഇക്കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു വിതുര സ്വദേശികളായ നിരഞ്ജന കൃഷ്ണയുടെയും ബിനിൽ മനോഹറിന്റെയും പെൺകുഞ്ഞ് മരിച്ചത്. 16-ാം തീയതി 9-ാം മാസത്തെ സ്കാൻ റിപ്പോർട്ട് കാണിക്കുവാൻ ഗൈനക്കോളജി വിഭാഗത്തിലെത്തിയ നിരഞ്ജനയെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. 17-ാം തീയതി പുലർച്ചെ 4:30 ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ പ്രസവം നടന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ 2:30 മണിക്ക് ശേഷം ആംബുലൻസിൽ മറ്റൊരു കെട്ടിടത്തിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടി മരിച്ചുവെന്ന വിവരമാണ് ബന്ധുക്കളെ അറിയിച്ചത്. ഇതിന് പിന്നാലെ ബിജെപിയുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം നടക്കുകയും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. പിന്നാലെയാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയത്. ഡോക്ടർ ബിന്ദുവിനെതിരെ നേരത്തെയും വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് ശരീരവിസർജ്യം മൂത്രനാളിയിലൂടെ പുറത്തുവന്ന സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ്. കൂടാതെ പ്രസവ ചികിത്സയ്ക്കായി 5000 രൂപയിലധികം ഒരാളിൽ നിന്ന് കൈക്കൂലി വാങ്ങാറുണ്ട് എന്ന ആരോപണവും വേറെയുണ്ട്. ഇത്തരം പരാതികൾ നിലനിൽക്കെയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും മറ്റൊരു വീഴ്ച കൂടി ഉണ്ടായത്. ജനം, തിരുവനന്തപുരം.